Hello everyone, welcome back to Silent Learning. +1 ഇംഗ്ലീഷ് എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് പ്ലസ് അതിന്റെ ഫോർമാറ്റ് എന്നെങ്ങനെ എഴുതിയാലാണ് അതിന് കംപ്ലീറ്റ് മാർക്ക് കിട്ടുക, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ആദ്യത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമെയിൽ ആണ്. ഹൗ ടു റൈറ്റ് എ ഇമെയിൽ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യണം ഒരു ഇമെയിൽ എഴുതുന്ന സമയത്ത്. ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബോക്സ് വരയ്ക്കുന്നു. അതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഹൊറിസോണ്ടലി ഇങ്ങനെ ഒരു 2-3 കോളംസ് വരയ്ക്കും. അതിനകത്ത് ഏറ്റവും മുകളിൽ നമ്മൾ ടു ആർക്കാണോ എഴുതേണ്ടത് അതാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ CC എന്നൊരു കോളം എഴുതാം. മൂന്നാമത് നമ്മൾ CC ഒന്നും എഴുതണ്ട, CC എന്ന് മാത്രം എഴുതിയിട്ട് മതി, ബ്ലാങ്ക് ആക്കിയിടുക. മൂന്നാമത്തേൽ നമ്മൾ സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് SUB എന്ന് എഴുതിയിട്ട് എന്താണോ ക്വസ്റ്റ്യനിലുള്ള സബ്ജക്റ്റ് അത് തന്നെ എഴുതി വെക്കുക. നാലാമതായിട്ട് നമ്മളൊരു ഗ്രീറ്റിംഗിൽ തുടങ്ങുക. സാധാരണ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഡിയർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ചെയ്യുക. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ട് വിത്ത് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് വാട്ട് ദ മെസ്സേജ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇറ്റ്സെൽഫ്. ആദ്യത്തെ പാരഗ്രാഫ് തന്നെ എന്തിനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ ഇമെയിൽ എഴുതുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് അവിടെ കൊടുക്കുക, ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ. അടുത്തത് പിന്നീടുള്ള പാരഗ്രാഫുകളിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള അതിൻ്റെ ഒരു എന്താ പറയുക ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിവരണങ്ങൾ അതെല്ലാം നമ്മളവിടെ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു. നമുക്കറിയാവുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ അറിവ് മുഴുവൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എക്സിബിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എൻഡ് വിത്ത് എ പൊളൈറ്റ് വേ, യുവർ സിൻസിയർലി, റിഗാർഡ്സ് ഫോളോഡ് ബൈ കോമ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം അവിടെ സാധാരണ ലെറ്ററിൽ ചെയ്യുന്നത് പോലെ തന്നെ യുവേഴ്സ് ഇൻ ഫെയ്ത്ത്ഫുള്ളി എന്നോ എന്താണ് യുവേഴ്സ് ട്രൂലി എന്നോ ഒക്കെ നമുക്ക് എഴുതിയിട്ട് താഴെ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര് അല്ലെ, ഈ പേരിന് പകരം എന്താ നമ്മൾ എഴുതുക, ഇൻക്ലൂഡ് യുവർ നെയിം അറ്റ് ദ എൻഡ് ഓഫ് ദ മെസ്സേജ്. പേര് എഴുതാം, താഴെ നമുക്ക് ഇമെയിൽ ഐ ഡി എഴുതാം. ഇമെയിൽ ഐ ഡി എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം സെൻറ്ററിൻ്റെ ഇമെയിൽ ഐ ഡി ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ്, അവിടെ നമ്മൾ ഇമെയിൽ വരുന്ന സമയത്ത് ഓൾറെഡി വന്നോളും അല്ലേ. സോ അതിൻ്റെ ഒരു ആവശ്യം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കാണോ അയക്കുന്ന 2ന്റെ ഇമെയിൽ ഐ ഡി നമ്മൾ എഴുതാൻ മറക്കരുത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഫീൽ ashamed to face Mrs. Clifford, so I wrote a letter to them announcing my departure and bidding them goodbye. These are Gupta's words in the story, The Price of Flowers. Write an email that Gupta would have written to Mrs. Clifford. Mrs. Cliffordന് ഗുപ്ത എഴുതിയിട്ടുള്ള ആ ഇമെയിൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഇമെയിലിൽ ഒരു ഫോമാറ്റ് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഇതേപോലെയാണ് ബോക്സ് വരയ്ക്കേണ്ടത്. ആദ്യത്തെ കോളം അല്ലെ 2 എന്ന് എഴുതി clifford@gmail.com അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കുക. ശേഷം നമ്മൾ CC എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർബൺ കോപ്പി അല്ലെ. അത് ഒന്നും എഴുതണ്ട, ബ്ലാങ്ക് ആക്കിയിട്ടാൽ മതി. വേണമെങ്കിൽ BCC എന്ന് പറഞ്ഞൊരു കോളം കൂടെ നിങ്ങൾക്ക് എഴുതാം, അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ശേഷം താഴെ നിങ്ങൾക്ക് സബ്ജക്റ്റ് എഴുതാം, ഗുഡ് ബൈ റിട്ടേണിംഗ് ടു ഇന്ത്യ എന്ന് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് അവിടെയാണ്. നെക്സ്റ്റ് ഡിയർ മിസസ് ക്ലിഫോർഡ്. ഇതൊരു ഒഫീഷ്യൽ ലെറ്റർ ഒന്നുമില്ല, ഒരു ഇൻഫോർമൽ ഒരു ഫോമാറ്റ് ആണ് അല്ലെ, ഇൻഫോർമൽ ഇമെയിൽ ആണ്. സോ ആ ഒരു രീതിയിലാണ് നമ്മളതിനെ എഴുതിയിട്ടുള്ളത്. സോ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ് അതിൻ്റെ ആവശ്യം, കാര്യം എഴുതുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിവിടെ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ സെയിം സാധനം തന്നെ ഒരുപാട് തവണ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കാണാറുണ്ട്, ഇതിൻ്റെ പല രൂപത്തിലായിട്ട് മാറി മാറി വരാറുണ്ട്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഫോമാറ്റ്. സ്ക്രീൻഷോട്ട് എടുക്കുക, കാണുക, വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സ്പീച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഒരു സ്പീച്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം സ്പീച്ച് ആയിരിക്കും. സ്ട്രാവലേസി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അപ്രീസിയേഷൻ ഉണ്ട്, പിന്നെ ഒന്ന് സ്പീച്ചാണ്. 3 ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് 2 ഓപ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ സ്പീച്ചിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മളതിനകത്ത് ഈ പുട്ടിനെ തേങ്ങ ഇടുന്ന പോലെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ അതൊന്ന് ഗുഡ് മോർണിംഗിൽ തുടങ്ങി. അതുപോലെ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ പറയുന്നു അല്ലേ. എന്നിട്ട് ഐ ആം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു ബി ഓൺ ദിസ് ഡയാസ് ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഏത് രീതിയിൽ നിങ്ങൾക്ക് തന്നെ പറയാം. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക്. ആ ടോപ്പിക്കിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പുട്ടിന് തേങ്ങ പോലെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ, ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ്. അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷൻ. താങ്ക് യു. ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇതിനകത്ത് എന്തൊക്കെ ചേരുവകളാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിനെ കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റാർട്ട് എ സ്പീച്ച് വിത്ത് എ ക്വസ്റ്റ്യൻ ഓർ എ കോട്ട്. ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനോടെ നിങ്ങൾക്ക് സ്പീച്ചിനെ തുടങ്ങാം. ഓക്കെ, ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയാമോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സ്പീച്ച് തുടങ്ങുമ്പോൾ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഉത്തരം ആവശ്യമില്ലാത്ത ചില ചോദ്യങ്ങളില്ല, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഉന്നയിക്കാം ആളുകളിലേക്ക്. ആളുകളുടെ ഉത്തരമൊന്നും വേണ്ട, ഒരു ചെറിയ സെക്കൻഡ്സ് കൊടുക്കുക അവർക്ക് ഒന്ന് ജസ്റ്റ് അതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാണ്. ചോദ്യം എന്താണ്, ഞാൻ എന്താ പറയുന്നത്, ഒന്ന് തിങ്ക് ചെയ്യാണ്. എൻ്റെ നേരെ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ടോപ്പിക് ഇതാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു പരിപാടിയാണ്. അതുപോലെ കോട്ട്
ഓക്കെ, കോട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രോവേബോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ ഏതെങ്കിലും കോട്ട്സ് ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാം. നമുക്ക് 2 യൂണിറ്റല്ലേ പഠിക്കാനുള്ളത്. ആദ്യത്തെ യൂണിറ്റിൽ എന്താണ്, ഒരു മോട്ടിവേഷനാണ് അല്ലേ, നമ്മളെ ഒന്ന് ഇൻസ്പയർ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ പ്രോവേബ്സ് ഉണ്ട്, കുറേ സെയിങ്സ് ഉണ്ട്, കുറേ എന്താ പറയുന്ന ഇതുപോലെ കോട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്നും എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു 2, ഇപ്പോൾ 2ാമത്തെ യൂണിറ്റ് ആണെങ്കിലും ഒരു തീമുണ്ട്, ആ തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഉണ്ടാവണം. ഈ ഒരു സ്പീച്ചിന് നിങ്ങൾ ആദ്യമേ പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാതെ ഏതോ ക്വസ്റ്റ്യൻ വരാനുണ്ട് അങ്ങനെയല്ല പോകുന്നത്. നമുക്കറിയാം ഏതാ 8 മാർക്കിന് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇത്ര വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏതായിരിക്കും, അത് സ്പീച്ച് ആയിരിക്കും. സ്പീച്ച് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, സ്പീച്ചിന് എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ ചെയ്യും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്കത് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനമായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി ടു ട്രൈ ടു കണക്ട് ദ ക്വസ്റ്റ്യൻ കോട്ട് വിത്ത് യുവർ ടോപ്പിക്. ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് പറഞ്ഞു, ആ ഒരു എന്താണ് കോട്ടോ അല്ലെങ്കിൽ പ്രോവോബോ നമ്മൾ പറഞ്ഞിട്ട് അതിനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഈ പറയുന്ന ടോപ്പിക്കുമായിട്ട്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രസംഗത്തിൻ്റെ വിഷയമായിട്ട് അതിനൊന്ന് കണക്ട് ചെയ്യണം. ശേഷം then introduce your name and topic. എന്നിട്ട് നിങ്ങളുടെ hi friends, my name is Mohammad Shaju. I'm here to talk to you, അല്ലെങ്കിൽ speak to you, അല്ലെങ്കിൽ share with you my ideas on in the topic. വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് തുടങ്ങാം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു നല്ല രീതിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യനിലൂടെ കോട്ടിലൂടെയൊക്കെ തുടങ്ങുന്നത്. ശേഷം ഒരു ക്വസ്റ്റ്യൻ മോഡൽ നമുക്ക് നോക്കാം. You are asked to deliver a speech on the importance of confidence, courage in front of your classmates on the occasion of observing World Mental Health Day. Prepare the script of the speech. ഒരു മോഡലാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Dear teachers and friends എന്ന് പറയുന്നത്, good morning, I'm very happy to be here on this occasion. We are observing the World Mental Health Day. Now I would like to talk to you on the importance of confidence and courage എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് സ്പീച്ച് ആണെന്നത് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവണം. കുറേ എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സ്റ്റോറിയിലേക്കോ അങ്ങനെ ഒന്നും പോകാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഞാൻ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് പ്രസന്റ് ടെൻസിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അല്ലേ. ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക പറയുന്നത്. ഓക്കെ, ഒരു സ്റ്റോറി പറയുകയാണെങ്കിലൊക്കെ അത് നറേറ്റ് ചെയ്യുന്ന ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറേ എഴുതണം, എഴുതാൻ ടോപ്പിക്കില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കാരണം നിങ്ങൾക്ക് അതിനകത്ത് സ്പീച്ചിനകത്ത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഓക്കെ, അതേപോലെ ഇല്ലസ്ട്രേഷൻസ് കൊണ്ടുവരാം, അതുപോലെ തന്നെ ഡേറ്റാസ്, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് കൊണ്ടുവരാം, കണക്കുകൾ, കാര്യങ്ങൾ, അങ്ങനെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. എന്തായാലും നിങ്ങളുടെ ടോപ്പിക്കിനെ നിങ്ങൾ സമർത്ഥിക്കുന്നിടത്താണ് നിങ്ങളുടെ കാര്യം. എന്ന് വെച്ചാൽ ആളുകൾക്ക് തോന്നണം, അത് കേട്ട് കഴിഞ്ഞാൽ ശരിയാണല്ലോ, ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ, ഈ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സാധനം എഴുതിയാൽ ഒരു ഭയങ്കര പ്രയാസപ്പെട്ട് നമ്മൾ എഴുതുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരാത്ത പോലെ തോന്നും. ഓക്കെ, നിങ്ങളുടെ പോയിന്റ്സ് പല സാധനങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് ചുറ്റിലും നടക്കുന്നുണ്ട്, ക്ലാസ്സിൽ കേട്ടതുണ്ട്, ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചതുണ്ട്, എല്ലാം കൂടെ ഒരു അടിപൊളിയായി സാധനമാക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് നിങ്ങളുടെ ഒരു എസ്സേ ആയിട്ട് മാറ്റുക. ഓക്കെ, നെക്സ്റ്റ് എസ്സേ അല്ല, സ്പീച്ച്. റൈറ്റപ്പ് ആണ് അടുത്ത ടോപ്പിക്. റൈറ്റപ്പ് അല്ലെങ്കിൽ പാരഗ്രാഫ്. ഓക്കെ, ഹൗ ടു റൈറ്റ് എ പാരഗ്രാഫ്. എങ്ങനെ എഴുതുക നമ്മൾ? ടോപ്പിക് സെൻറ്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എവിഡൻസ് ഉണ്ടാവണം, അനലൈസ് ഉണ്ടാവും, മിക്സ് ഉണ്ടാവും. ഇതാണ് നമ്മൾ ഈ ടീം എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാധനം. ഒന്നും വേണ്ട, നിങ്ങൾ ഇതിനെ ആലോചിച്ചാൽ മതി. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അത് ക്വസ്റ്റ്യൻ്റെ മാർക്കിനനുസരിച്ചിട്ട് നമ്മൾ അത്ര വലുപ്പം നമ്മൾ ആലോചിച്ചാൽ മതി പാരഗ്രാഫിൻ്റെ. ഇനി അല്ല ഒരു റൈറ്റപ്പ് ആണെന്ന് പറയുന്നതെങ്കിൽ നമ്മളൊരു ഷോർട്ട് എസ്സേ ആണ് ശരിക്കും ഒരു റൈറ്റപ്പ്. ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കുന്നു, ചെറിയ കുഞ്ഞ് പാരഗ്രാഫുകളാക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ എഴുതാം. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, എന്താണ് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് ആണ് ഏതൊക്കെ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ വി ഷുഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഈ രീതി നമ്മൾ വളരെ ഗൗരവമുള്ളൊരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ, അതവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് മെനി മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ഇറ്റ് ഹാസ് മെനി മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. I have a dream. It is the need of the hour. It is a noble one. I will do my best to achieve my goal. It is true. I do agree with it. In my opinion, I think in my view, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്ന, ഇതെല്ലാം വരണമെന്നല്ല, ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. ചില ആളുകൾക്ക് അത് സഹായകരമാവും. അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എഴുതും സെൻറ്റൻസുകൾ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. The young boy in the village in I Will Fly wants to be a marine engineer. Maggie likes to do the work of a secretary in future. What do you want to be in your future? നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ഭാവിയിലാവാൻ? Prepare a write-up on your career plans and explain why you like it. നല്ല ക്വസ്റ്റ്യൻ അല്ലേ, ഒരു അടിപൊളി സാധനമല്ലേ അല്ലേ? റൈറ്റപ്പിന് പറ്റിയതാണ്. അപ്പോൾ ഐ ഹാവ് എ ഡ്രീം എന്ന് ഞാൻ ഹെഡിങ് കൊടുത്തു. ശേഷം ഇതിൻ്റെ ലാംഗ്വേജ് ഏതാണ്? ഒരു സ്റ്റോറി ഒന്നുമല്ല,
നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ എക്സ്പ്രഷൻസിൽ നമ്മൾ കണ്ട ആ ഒരു ലാംഗ്വേജ് ആണ്. വൈ ഐ ചൂസ് ദിസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, ഇൻ മൈ വ്യൂ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ ടു ബിക്കം എ ഐ ടെക്നീഷ്യൻ. ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ചെറിയ ഒരു ഫോമാറ്റ് മാത്രമാണിത്. ഓക്കെ, ഇനി ലെറ്റർ ടു ദ എഡിറ്റർ. എങ്ങനെയാണ് നമ്മളൊരു എഡിറ്ററിന് ഒരു ലെറ്റർ അയക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യനാണ്. നമ്മളിതൊക്കെ ഒരുപാട് എഴുതിയതുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം അതൊരു ഫോർമൽ ലെറ്റർ ആണെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ലെറ്റർ അല്ലല്ലോ, ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതെന്ന് വെച്ചാൽ ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, സബ്ജക്റ്റ്, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ സർ, താഴെ എന്തിനാണ് നമ്മൾ ഈ കത്ത് എഴുതുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നീട് ശേഷം അതിനൊരു നിങ്ങളുടെ എഡിറ്റോറിയലിൽ ഇത് കൊടുക്കണം, ഈ ഒരു വിഷയം കൊടുക്കണം. സ്ട്രേ ഡോഗ്സിൻ്റെ ഒരു വലിയ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ത്രെട്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ആളുകൾ ഇങ്ങനെ ബോധവൽക്കരിക്കണം, കാര്യങ്ങൾ നമ്മുടെ ഐഡിയാസ് എല്ലാം അവിടെ കൺവേ ചെയ്യുക. ശേഷം ഇത് നിങ്ങളുടെ എഡിറ്റോറിയലിൽ നിങ്ങളൊന്ന് ആളുകളെ ബോധവൽക്കരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവസാനിപ്പിക്കുക. ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നു. യു സിൻസിയർലി, താഴെ നിങ്ങളുടെ പേര്, പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ആലോചിക്കുക. അതിനകത്ത് ഉപയോഗിക്കുന്ന കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് ആണ്. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട്. ഇത് സാധാരണ നമ്മൾ തുടക്കത്തിൽ നിങ്ങൾ ബ്രെയിനായിട്ട് പഠിച്ചു വെച്ചു. അങ്ങനെ തന്നെ എന്താണ് ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട്. എന്തിനെ കുറിച്ചാണ് അത് പറയാം. ഇറ്റ് ഈസ് ഹൈ ടൈം വി റിയലൈസ് ദ സീരിയസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. ഇറ്റ് ഈസ് ഹൈ ടൈം we realize the seriousness of the situation. Okay, I strongly believe that it is dangerous. It is the need of the hour. Stern steps should be taken to address the issue. അതുപോലെ I would argue the authorities to look into the matter seriously. Okay, authorities പെട്ടെന്ന് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം ഈ പ്രശ്നങ്ങൾ. Kindly publish this through the appropriate columns of your esteemed daily. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ അവസാനിപ്പിക്കാം. കൈൻഡ്ലി പബ്ലിഷ് ദിസ് ത്രൂ ദ അപ്രോപ്രിയേറ്റ് കോളം ഓഫ് യുവർ എസ്റ്റീംഡ് ഡെയിലി എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഗാന്ധിസ് ഡ്രീം, അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ ചാപ്റ്റർ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡു യു തിങ്ക് ദ ഇന്ത്യ അപ്ഹോൾഡ്സ് ദ ഓൾ ദീസ് ഐഡിയൽസ് envisioned by our father of our nation? Write a letter to the editor of the new popular daily bringing out your concern. Okay, അതിൻ്റെ മോഡൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. കണ്ടോ, ഫ്രം അഡ്രസ്സ്, ഇവിടെ ഡേറ്റ് എഴുതിയിട്ട് ഒരു വരി വിട്ടിട്ട് ഡേറ്റ് എഴുതണം കേട്ടോ. ശേഷം ടു അഡ്രസ്സ്, സർ, സബ്ജക്റ്റ്. ഓക്കെ, ആ സബ്ജക്റ്റ് മേലെ കയറണോ താഴെ എഴുതണോ സംശയം ഉണ്ടോ? ചിലപ്പോൾ സാറിന് ശേഷം എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല, മേലെ എഴുതാനും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മളതിൻ്റെ ഫോമാറ്റ് എഴുതുന്നു. യെസ് ട്രൂലി പേര്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഓക്കെ, സെമിനാർ റിപ്പോർട്ട്, അതുപോലെ തന്നെ ജോബ് അപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂം. ഓക്കെ, അതുപോലെ പിന്നെ ഏതാ ട്രാവൽ എസ്സേ, ഇങ്ങനെ നറേഷൻ. ഓക്കെ, ഇങ്ങനെ കുറേ എണ്ണം ഇനിയും എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. ബ്ലേബ്, ബ്ലോഗ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിച്ചു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് കൃത്യം 7 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് ലൈവിൽ വരുന്നുണ്ട്. സോ എല്ലാ ഫോർമാറ്റുകളും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, അപ്പോൾ ആ ലൈവ് എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇമെയിലും എഡിറ്ററിൻ്റെ ലെറ്ററും ബാക്കിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ ഫോർമാറ്റുകളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഗ്രാമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമ്മളിന്ന് 7 മണിയുടെ ലൈവ് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. സോ സീ ദേർ.